ഇന്നേ ഞാൻ എൻ്റെ കൂട്ടുകാരോട് കുറച്ച് സമയമൊന്നും സംസാരിക്കാൻ വേണ്ടി വന്ന കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് അഭിപ്രായങ്ങൾ, എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാട്ടോ വന്നേ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഭിപ്രായം പറയുകയൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഇതെനിക്ക് എന്തോ എൻ്റെ മനസ്സിനത് ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു തോന്നൽ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതലും കാണുന്നത്. ഒലിവിയ ഡിസൈൻസ് പൊട്ടിച്ചു, ഒലിവിയ ഡിസൈൻസിനെതിരെയുള്ള ആരോപണങ്ങൾ ഒക്കെ. അപ്പോൾ നമ്മളിതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒലിവിയ ഡിസൈൻസുമായിട്ട് പേഴ്സണലി യാതൊരു ബന്ധവും ഇല്ല. ഞാൻ അവിടുന്ന് 3 കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ട്. ആ 3 കുർത്തീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് അത്ര ക്വാളിറ്റി അല്ല, എന്നാൽ തീരെ ക്വാളിറ്റി കുറഞ്ഞ സാധനവും അല്ല. ഒരു 499 രൂപയ്ക്ക് എത്രത്തോളം മനോഹരമായി നമ്മുടെ കയ്യിൽ ഒരു കുർത്തി എത്തിക്കാൻ പറ്റുമോ, ഒരു സാധാരണ സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ മനോഹരമാക്കിയിട്ട് ആ 499 രൂപയുടെ മൂല്യത്തിനുള്ള ഒരു കുർത്തിയാണ് നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, അതത്ര മോശം എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത് നല്ല യൂസ്ഫുള്ളാണ് ആ കുർത്തീസ്. പിന്നെ 499 രൂപയുടെ കുർത്തി വാങ്ങിയിട്ട് നമ്മളൊരു 1500 രൂപയുടെ കുർത്തിയുടെ ക്വാളിറ്റി കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവരുടെ കുർത്തിയിൽ ഹാപ്പി ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ത്രീയും ഹസ്ബൻഡും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പടുത്തുയർത്തിയ ഒരു സ്ഥാപനമാണ് അത്. അപ്പം ആ സ്ഥാപനത്തിൽ അവരുടെ ബിസിനസ്സിൽ അവരുടേതായ കുറച്ച് റൂളുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുമ്പം അവരുടേതായ കുറച്ച് റൂളുകൾ, ഇപ്പം ഞാനൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ എൻ്റേതായ കുറച്ച് റൂളുകൾ ഉണ്ടാവും. ആ റൂളുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ മാത്രമല്ലേ അവിടെ ജോലിക്ക് കയറേണ്ടതുള്ളൂ. അതിന് നമുക്കവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ പടുത്തുയർത്തിയ ഒരു സ്ഥാപനത്തിൽ അവർ വെച്ചിരിക്കുന്ന ഒരു റൂൾ അനുസരിച്ച് അവിടെ ജോലി ചെയ്യുക എന്നുള്ളത്. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ ഒരുപാട് പെൺകുട്ടികൾക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് 10,000 ഒക്കെ സാലറി കിട്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇപ്പം അവിടെ അവർ അങ്ങനെ ജോലിക്ക് വെച്ചിട്ട് കമ്മീഷൻ വ്യവസ്ഥയിലാണെങ്കിൽ പോലും ഇവർക്ക് ഏൺ ചെയ്യാനുള്ള ഒരു മാർഗമാണ് അവരവിടെ തെളിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും പൈസ അവിടെ സമ്പാദിക്കാം എന്നുള്ള ഒരു മാർഗം മാത്രമാണ് അവർ തെളിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്താ ഇത് അംഗീകരിച്ച് അവിടെ പോകുന്നവർക്ക് അവർ ഓർഡർ എടുത്തിട്ട് ക്യാഷ് എടുക്കാം എന്നുള്ള വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്. അതൊക്കെ അനുസരിച്ച് അവരവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ അനുസരിച്ചുള്ള കുട്ടികൾ അവിടെ ജോലി ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ് ആ ലേഡി അവരോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഒരു ദൈവവിശ്വാസത്തിന്റെ രീതിക്കുള്ള ഒരു എന്താ പറയുക ഒരു രീതിക്കാണ് അവരുടെ ആ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഇതിനോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം. അപ്പം ആ ഒരു രീതിക്കാണ് അവരുടെ ഓഫീസ് പോകുന്നതും എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടൊക്കെയാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് അവരുടെ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രാർത്ഥനയോട് കൂടിയൊക്കെയാണ്. അപ്പം നമ്മൾ അവിടെ ഒരു പ്രാവശ്യം ജോലിക്ക് ചെല്ലുമ്പം ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതികളെന്ന് മനസ്സിലാവും. അപ്പം അതിനോട് യോജിപ്പില്ലാത്തവർക്ക് പോകാം. പിന്നെ ഒരുപാട് സങ്കടം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ അവനവൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് എത്രത്തോളം വേദനിക്കുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ വേദനയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതും നമുക്കത് ശാശ്വതമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ഈ ഒരു ഇഷ്യൂ കാരണം അവരുടെ ഓൺലൈൻ ബിസിനസ് നിർത്തി വെക്കേണ്ടി വന്നു. എത്രയോ പെൺകുട്ടികൾക്കാണ് ഇപ്പം ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നത്. മേഡത്തിന് അത് എന്താ പറയുക, മേഡത്തിന് അതൊരു ഇഷ്യൂ അല്ല അവരുടെ ഇതിൽ. പക്ഷെ ആ ജോലി ചെയ്യുന്ന കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് സ്തംഭിച്ച് നിൽക്കുക അല്ലേ. അപ്പം നമ്മൾ നമ്മുടേതായ വീഡിയോയ്ക്ക് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞെന്നാൽ അത് മറപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം വേദനിക്കുന്നു, ആ ഒരു സംഭവം അവരെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിഷമമുണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച്. കാരണം ഇത്രയും വളർന്നു വന്ന ഒരു സ്ഥാപനം പെട്ടെന്നാണ് ഓൺലൈൻ ബിസിനസ്സൊക്കെ നല്ല സക്സസ് ആയിട്ട് വന്നത്.
ഇത്രയും പെൺകുട്ടികളെ അവർ സുരക്ഷിതരായിട്ട് തന്നെ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാം അവരെ ഒരുപാട് പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത്രയും പെൺകുട്ടികളെ അച്ചടക്കത്തോടുകൂടി ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ കൊണ്ട് നടക്കണമെങ്കിൽ അതൊരു കഴിവ് തന്നെ വേണം. നല്ല വിൽ പവറുള്ള ലേഡി തന്നെയാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതും എല്ലാം നല്ല വിൽ പവറുള്ള ലേഡി തന്നെയാണ്. അവർക്കൊരു ബിസിനസ് സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എങ്ങനെയായാലും എന്താ എല്ലാ ഇഷ്യൂസും മാറി നല്ല രീതിയിൽ തന്നെ ആ സ്ഥാപനം തിരിച്ചു വരട്ടെ. നമ്മുടെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇനിയും ജോലി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇത്ര ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പം ആ വീഡിയോ ചെയ്ത പെൺകുട്ടിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം നേരെയാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി, പിന്നെ നിങ്ങളിത് എൻ്റെ അഭിപ്രായത്തോട് അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇട്ടേക്കുക, എൻ്റെ അഭിപ്രായത്തോട് എതിരുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻസ് ഇട്ടേക്കുക. അപ്പം ഇത്രയൊന്നും എനിക്കൊന്ന് എൻ്റെ അഭിപ്രായം ഒന്ന് പറയണം തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.